ഹലോ അസ്സാമലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് മീനാട്ടം നന്നാക്കി എടുക്കണം. മീനിന്ന് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ ചെമ്മീനാണ്, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീനാന്ന് കണ്ടപ്പോൾ ചെറുതാണ് വെച്ചിട്ട് കുറച്ച് മടി പിടിച്ചിട്ട് ഇതിപ്പോൾ ഒന്ന് നന്നാക്കി എടുക്കേണ്ട വെച്ചിട്ട് സംഭവം നോക്കിയപ്പോൾ ഇത് കുറച്ചുള്ളതിനും സംഭവം കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുത്ത് അതിൻ്റെ മോൾ വശത്തിൽ ഇങ്ങനെ നല്ല ഒരു ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ മോൾ വശമായിട്ട് ഇങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ അതിൻ്റെ കാട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ആ ചട്ടിക്ക് നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കണ്ട് അതിക്കത് തക്കാളിയൊക്കെ ഒന്ന് ഉറുക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ തക്കാളി ആക്കാനാണ് പിന്നെ ഞാൻ ഒന്നെന്നെ ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്കുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കറി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയേക്കും ഈ കറി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചെമ്മീൻ കുറച്ചുള്ളൂന്നുണ്ടെങ്കിലും നല്ല രുചിയാണല്ലോ ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ ചെമ്മീനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ചൂരും ചോയും അടിപൊളിയാണ്. ആ കറി ഒക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് അരച്ചെടുത്തുകയാണ്. അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്തിക്കണം കേട്ടോ. ചേർത്തിട്ട് നമ്മളിതാ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാകത്തിനൊക്കെ വെള്ളമൊക്കെ ആക്കിക്കാണ്ട് നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കല്ലുപ്പാണ്. അപ്പോൾ ഉപ്പും മധുരമൊക്കെ കുറക്കാനെന്ന് പറഞ്ഞിട്ട് എന്നും ഇവിടെ ഇക്കാൻ്റെ സംസാരമാണ് കേട്ടോ. നോമ്പറക്കാൻ നേരത്ത് മധുരം കൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഇവിടുന്നാണ്ട് ജ്യൂസ് അടിക്കൂല എന്നിട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലോ നോമ്പ് തുറൻ്റെ നേരമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് വേണേനോ, അതിൽ മധുരം പാടില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്, ചെറിയ മധുരമൊക്കെ ചേർക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും മധുരം ഇഷ്ടമാണേനു കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നിടത്തൊക്കെ കുറേശ്ശെ ശർക്കര ഉപയോഗിക്കുക, പഞ്ചസാരയും അതുപോലെ ഉപ്പൊക്കെ കുറക്കണം എന്നൊക്കെ എല്ലായിടത്തും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഫോണിലൊക്കെ അങ്ങനെ വന്നിരുന്നു. ഇപ്പോൾ പല രോഗങ്ങളും കിഡ്നി അസുഖമൊക്കെ വരുന്നത് ഈ പഞ്ചസാരയെന്ന് ഉപ്പെന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഉപ്പിട്ടാലും അത് ഏറി തന്നെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ നമുക്കാണെങ്കിലും അത്യാവശ്യം ഒരു ഉപ്പില്ലാതൊന്നും സാധനം തിന്നാലും ഇറങ്ങൂല. അപ്പോൾ നമ്മളിടുന്ന സാധനത്തിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും ചെയ്യൂട്ടോ. അപ്പോൾ ഞാൻ പരമാവധി ഇപ്പോൾ കുറച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മക്കൾ പറയുന്നതിലെന്താ ഉപ്പിട്ടിട്ടില്ലേ എന്നറിയട്ടോ മക്കൾ കഴിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനും തേങ്ങയും കൂടി തക്കാളിയൊക്കെ കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ നന്നായിട്ട് ഇങ്ങനെ കത്തി തിളച്ചിട്ട് വെന്ത് വരുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇത് വാട്ടിയെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. സവാളൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് തേങ്ങാപ്പാലെടുക്കേണ്ട. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാനൊന്ന് പൂണ്ടെടുത്തത് എന്നിട്ട് ചിരകാനുള്ള മടിയുണ്ട്. അപ്പോൾ ചിരകി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മുറിയിൽ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതിൻ്റെ 1-ാം പാലുണ്ട് എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് 2-ാം പാലും ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ ആരിഫ കാർഡിന് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചിയൊക്കെ ചേർത്തുകാണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ആദ്യത്തെ 2-ാം പാല് ചേർത്തുകാണ്ട് റവ ഒന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ട് കുറുകി വരുന്ന സമയത്ത് അതിലേക്കുള്ള ഒരു നുള്ളു ഉപ്പും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശർക്കരയും ചേർത്തിരുന്നത്. അപ്പോൾ ശർക്കര തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയില്ല കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏലക്ക കുത്തിയിട്ടതും ഒരു ചെറിയ പീസ് ഇഞ്ചിൻ്റെ കഷ്ണം കൂടി കുത്തിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തരിക്കഞ്ഞൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോമ്പറക്കുന്ന സമയത്ത് ഈ തരിക്കഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കലില്ല, എല്ലാവർക്കും ഒരേ ഗ്ലാസ് ആയിട്ട് ഉണ്ടാക്കുള്ളൂ. അതിൽ ചില ദിവസം മക്കൾ കുടിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നോട് കുടിക്കുക. ഞാനിവിടെ എത്ര ഗ്ലാസ് ഉണ്ടെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കുടിക്കാൻ. പക്ഷേ ഈ ചൂടിനൊന്നും നല്ലതൊന്നുമില്ല കേട്ടോ റവ. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദൻ്റെ അളവൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുള്ള അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു ചെറിയൊരു സവാളയാണ് കേട്ടോ. അത് കുന അരിഞ്ഞെടുത്തുങ്ങാണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം കറിവേപ്പില, അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് കേട്ടോ. എരിവ് കുറഞ്ഞ പച്ചമുളക് മാത്രമേ ചേർക്കാവൂ. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു ഇഞ്ചിൻ്റെ പീസ് ഒന്ന് ചതച്ചെടുത്ത് കണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിക്കണം കേട്ടോ.
അപ്പോൾ കടിക്കാനൊന്നും കിട്ടാത്ത കോലത്തിൽ നമുക്കുണ്ട് ചെറിയതാക്കിയിട്ട് എടുക്കണം. പിന്നെ വെളുത്തുള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കളറിനും ചെറിയൊരു എരിവിനും കൂടി വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കൈ വെച്ചിട്ടാണ് ഇങ്ങനത്തെ കുഴക്കണ സംഭവങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ കൈമ ചെറുതായിട്ടൊരു മുറിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ നീറും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പൊറുതിയേടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ കൈയൊക്കെ എപ്പോഴും നന്നായിട്ട് വൃത്തിയാക്കി കൈ കഴുകിയെടുക്കണമല്ലോ. എന്നാലും എന്ത് സംഭവങ്ങളും കുഴച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കണ ഒരു ഇത് കിട്ടണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും വേണ്ടില്ല, ചെറിയ സ്പൂൺ കൊണ്ടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലേ നല്ല പൊടിയിൽ എല്ലാതും കൊണ്ട് സെറ്റായിട്ടുണ്ട് കിട്ടുള്ളൂ. നമ്മൾ കൈ കൊണ്ട് കുഴക്കണ പോലെ കണ്ട് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണത് ഇതുപോലെ നന്നായിട്ട് ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവൊന്നും നന്നായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കൈ കൊണ്ട് കുഴക്കണം. അതേപോലെ തന്നെ ഞാൻ സ്പൂൺ കൊണ്ട് ആക്കിയെടുത്തിട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ വെള്ളങ്ങൾ കണ്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാവ് റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ നമുക്കിത് ബ്രെഡ് പൊരിക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവാള ഇതൊക്കെ ചേർത്തിട്ട് ഇതിൽ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണയിൽ മുക്കിയെടുത്ത് പൊരിക്കണില്ല. അപ്പോൾ അതും സ്പൂൺ കൊണ്ടാണ് കേട്ടോ അങ്ങനെ കോരിയിടുന്നത്. അപ്പോൾ അതിന് ഒരു ഇതുള്ള കോല അറിയണമുണ്ട് കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിടുന്ന കൈ കൊണ്ട് എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. എന്തോ എനിക്കിഷ്ടം. അപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടലുള്ളൂ. സ്പൂൺ കൊണ്ട് നമ്മൾ ഈ മുട്ട ബജി അങ്ങനത്തൊക്കെ ഇട്ടാൽ ഉഷാറായി കിട്ടും. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പഴംപൊരി അതുപോലെ ഈ ബ്രെഡൊക്കെ പൊരിക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറായിട്ട് കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ മഞ്ഞിപ്പോൾ ആക്കണ്ട, കൈ ഇങ്ങനെ നീറുണ്ടായിരുന്നു കേട്ടോ കത്തി തട്ടിയതേന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡിൻ്റെ സൈഡത്തെ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് പൊടിച്ചിട്ട് വെച്ചതിലാണ് കേട്ടോ. പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കാനല്ല, അപ്പോൾ അതിൻ്റെ മുമ്പ് പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബ്രെഡാണ്. അപ്പോൾ അത് ഞാനിതാ ഒരു 3 കഷ്ണാക്കിയിട്ട് കണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ മാവിൽ ഈ സവാള ഇതൊക്കെ പെട്ടിട്ട് ഇതിങ്ങോട്ട് പൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾക്കൊക്കെ അതുപോലെ ആക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് സവാള എത്ര ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് വേണമെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഈ മല്ലിയിലയും കറിവേപ്പിലയും ഇതൊക്കെ ചേരുമ്പോഴാണ് കേട്ടോ അത് കഴിക്കാൻ അടിപൊളിയാവും. അപ്പോൾ നമ്മളത് ഒരു പാൻ വെച്ച് കൊടുത്തങ്ങാണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബ്രെഡ് നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ ഒന്ന് കഷ്ണം മുറിഞ്ഞു കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ അതാ ഞാനിതുപോലെ കണ്ട് ഇട്ടിട്ട് ഒരു ഭാഗം മൊരിപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തങ്ങാണ്ട് മറ്റേ ഭാഗവും അതുപോലെ ആക്കിയെടുക്കട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ അടിപൊളിയെന്ന്. അപ്പോൾ ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും നല്ല രുചിയുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ എരിവും ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അത് 2 ഭാഗവും മൊരിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങണ്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എണ്ണ കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ കയ്യുമ്മ മുറിയായ കാരണമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടുള്ളത് സ്പൂൺ കൊണ്ട്. എന്നാലും കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഇടുമ്പോൾ കുറച്ച് മാത്രം ഇടുക. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു എരിവ് നമുക്ക് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ എല്ലാതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ അടിപൊളിയെന്ന്. അപ്പോൾ വെറൈറ്റി ആയിട്ട് സ്നാക്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സമൂസ ഉണ്ടാക്കിയിട്ടില്ല, ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സമൂസൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഫില്ലിങ്സ് ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് നേരം വൈകിട്ടാണ് കേട്ടോ അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതായിട്ടപ്പോൾ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കുവായിട്ട് കൊടുത്തിരുന്നത് സപ്പോട്ട. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇവിടെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ചിങ്ങാണ്ട് ഇങ്ങനെ അടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് മധുരം കുറച്ചിട്ട് ഇട്ടിട്ട് ഇത് അടിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ പഞ്ചസാര കുറച്ചും കൂടി ഇടാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ ആർഭാടങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്സും ഉണ്ട്, കുറച്ച് ചക്കര മത്തനും ഉണ്ട് കേട്ടോ, അതന്നെ ഉള്ളൂ. പിന്നെ ചിക്കു ജ്യൂസ് അടിച്ചത് അവിടെ. അപ്പോൾ വെള്ളം ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവർക്കും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിട്ട് നല്ലത്. ഇപ്പോൾ ഓരോ വൈറസ് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിതാ 9 മണിയാകുമ്പോൾ നേരത്തെ കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നത്. നല്ല ചെമ്മീൻ കറി അടിപൊളിയാണ് കേട്ടോ. പുതിയ ചെമ്മീനായ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്ക്. ദോശയും ചെമ്മീൻ കറി അടിപൊളിയായിട്ടോ. ഒരുപാട് ദോശ ഉണ്ടാക്കിയെന്ന് ഒരു ദോശ പോലും ബാക്കിയായിട്ടില്ല കേട്ടോ. എല്ലാവരും കഴിച്ചിരിക്കണ്, പത്തിരിനെക്കാട് ഇഷ്ടപ്പെട്ടിരിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.